ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢിയായി കാണുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശബരിമല വിശ്വാസിയോ ശബരിമല സംസ്കാരമോ ശബരിമലയിൽ നടന്ന കൊള്ളക്കാര് ഇതിനെല്ലാം സംരക്ഷിക്കാനും, കൊള്ളക്കാരെ സംരക്ഷിക്കാനല്ല വിശ്വാസികളെ സംരക്ഷിക്കാനും, കൊള്ളക്കാരെ ജയിലിൽ അയക്കാൻ, കൊള്ളക്കാരെ എക്സ്പോസ് ചെയ്യാൻ ഒരു ഒറ്റ പാർട്ടിയാണ് 2018 മുതൽ 2026 വരെ ഒരേ കൺസിസ്റ്റന്റ് ആയ ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടി, അതാണ് BJP NDA. അപ്പോ ഇന്ന് ഈ ഹിയറിംഗ് തുടരുമ്പോൾ ശബരിമലയെ വിശ്വാസിയെ ഉപദ്രവിച്ചത് ആരായിരുന്നു, CPM ഉപദ്രവിക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് എല്ലാ മലയാളി വോട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്, ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ക്ലിഫ് ഹൗസിന് മുമ്പ് ആ സമരം ചെയ്തപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു, ഇന്നും നിങ്ങൾക്കൊരു അവസരമുണ്ട്. നിങ്ങൾ ഈ യു ടേൺ ചെയ്യുമ്പോൾ, അയ്യപ്പ സംഗമം നടപ്പിലാക്കുമ്പോൾ ഇന്നും നിങ്ങൾക്ക് അന്ന് ചെയ്ത തെറ്റ് പരിഹരിക്കാൻ ഒരു അവസരമുണ്ട്. ഈ കേസ് പിൻവലിക്കണം. 3000 കൂടുതൽ കേസ് നിങ്ങളാണ് ഫയൽ ചെയ്തത്, നിങ്ങളുടെ സർക്കാരാണ് ഫയൽ ചെയ്തത്. ഇന്ന് പിൻവലിക്കണം. പിന്നെ നിങ്ങളുടെ ഈ യു ടേൺ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 8 കൊല്ലം എടുത്തു നിങ്ങൾക്ക് ഈ ബുദ്ധി വരാനും? പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോടും ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഈ നിങ്ങളുടെ യു ടേൺ കാരണം എന്താണ്, നിങ്ങളൊന്ന് കൃത്യമായി പറയണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും ബാക്കി സുരേഷ് ജിയും നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ സംസാരിക്കും. ശബരിമല വിഷയത്തിൽ CPM-നെയും കോൺഗ്രസിനെയും കടന്നാക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. വാക്പോരുകൾക്ക് മൂർച്ച കൂടുന്ന ദിവസം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.